നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. പുതിയ KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നത് ഫ്ലെക്സുകളല്ലെന്നും ഹൈക്കമാൻഡ് ആണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രധാനമായും രാത്രിയിലാണ് ഫ്ലെക്സുകൾ വെക്കുന്നത്. എങ്ങനെ വെച്ചാലും വഴി അതല്ലെന്നും മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ 2500 കോടിയുടെ കടബാധ്യതയാണ് ഉണ്ടാക്കിയത്. മരുന്ന് കമ്പനികൾക്കടക്കം വമ്പൻ കുടിശ്ശികയാണ്. പകർച്ചവ്യാധികളെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഞങ്ങളുടെ കയ്യിൽ വകുപ്പ് കിട്ടിയപ്പോഴേക്കും പകർച്ചവ്യാധി വ്യാപിച്ചിരുന്നു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഫ്ലെക്സ് വെച്ചാൽ KPCC പ്രസിഡന്റിനെ കിട്ടിയില്ലെങ്കിലും പകർച്ചവ്യാധി മറ്റേവന്മാരുടെ നിന്ന് ഫ്ലെക്സ് വെച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സെബി നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റം നടത്താൻ അദാനിക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ഇതിലെല്ലാം ദുരൂഹതയുണ്ടെന്നും പറഞ്ഞു. ഇത് ആലോചിച്ച് ഉറപ്പിച്ച കച്ചവടം പോലെയാണ് കാണുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കച്ചവടമാകുമ്പോൾ ദുബായിൽ വെച്ച് മരുമോനും ഞാനും ഒക്കെ കൂടിയിരുന്ന് വിലപേശി നടത്തുന്നതാണ് അതിന്റെ ഒരു ഇത് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈ ലാമയ്ക്ക് തിങ്കളാഴ്ച 91 വയസ്സ് പൂർത്തിയാകവെ ലാമയുടെ പിൻഗാമിയെ നിർണ്ണയിക്കുന്നതിലടക്കം ഇടപെടലുകൾ ശക്തമാക്കി ചൈന. സിദ്ധാർത്ഥ രാജകുമാരന്റെ ജന്മനാടായ നേപ്പാളിലെ ലുംബിനിക്കുമേൽ സ്വാധീനം ശക്തമാക്കി ചൈനയും അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയും ഇടപെടലുകൾ സജീവമാക്കി. ടിബറ്റൻ ബുദ്ധിസത്തിൽ ദലൈ ലാമ കഴിഞ്ഞാൽ രണ്ടാമത്തെ പദവിയായി കണക്കാക്കപ്പെടുന്ന പാഞ്ചേൻ ലാമയായി ചൈന അവരോധിച്ച ഗ്യായിൻ കെ നോർബുവിനെ ലുംബിനി തീർത്ഥാടക ട്രസ്റ്റ് നേതാവും നേപ്പാളിലെ മുൻ മന്ത്രിയുമായിരുന്ന ലാർക്യാൽ ലാമ ലുംബിനിയിലേക്ക് ക്ഷണിച്ചത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂടേറ്റി. അപകടം മണത്ത ഇന്ത്യ US സഹായത്തോടെ നോർബുവിന്റെ ലുംബിനി സന്ദർശനം തടയാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് ലാർക്യാൽ ലാമ വെളിപ്പെടുത്തിയതോടെയാണ് വിഷയം സജീവ ചർച്ചാ വിഷയമായത്. താൽക്കാലിക ലാമയായി നമുക്ക് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ജാതുകുമാരന്മാരെ നീക്കാം. തർക്കം വേണ്ട, ചങ്കിലെ ചൈനയ്ക്കും അത് സമ്മതമായിരിക്കും. സമാധാന ചർച്ചയ്ക്കിടെ ഇറാൻ പ്രതിനിധികളെ വധിക്കാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ട് തള്ളി നെതന്യാഹു. US-ഉമായുള്ള സമാധാന ചർച്ചകൾക്കിടെ ഇറാനിയൻ പ്രതിനിധികളെ തങ്ങൾ വധിക്കാൻ പദ്ധതിയിട്ടെന്ന റിപ്പോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തള്ളി. ഇസ്ലാമാബാദ് ചർച്ചയ്ക്കിടെ മുതിർന്ന ഇറാനിയൻ പ്രതിനിധികളെ ഇസ്രായേൽ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ ഭയന്നിരുന്നതായി ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇസ്ലാമാബാദ് ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാക്കിഫാഫ് എന്നിവർക്ക് US ഉദ്യോഗസ്ഥർ ഇസ്രായേലിന്റെ ഭീഷണി സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നായിരുന്നു റിപ്പോർട്ട്. ഇല്ലാവചനം പറയരുത്, ഞങ്ങൾ വധിക്കാൻ ശ്രമിക്കാറില്ല, വധിക്കാറേ ഉള്ളൂ എന്നാണ് ബിബിയുടെ ലൈൻ. സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനായി മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച AI ക്യാമറകൾ 5ാം ദിവസവും നിശ്ചലം. കെൽട്രോണിന് സർക്കാർ പണം നൽകാത്തതിനെ തുടർന്നാണ് സേവനം നിർത്തിയത്. സർക്കാർ ഇതുവരെ പ്രശ്നപരിഹാരത്തിൽ ഇടപെട്ടിട്ടില്ല. 55 കോടി രൂപയാണ് കെൽട്രോണിന് നൽകാനുള്ളത്. പണം നൽകാത്തതിനാൽ ഇന്റർനെറ്റ് സേവന ദാതാക്കൾ സേവനം നിർത്തിയിരുന്നു. സ്വന്തം നിലയിൽ പ്രശ്നം പരിഹരിക്കാൻ കെൽട്രോൺ നീക്കം. മറ്റു വരുമാനങ്ങളിൽ നിന്നും പണമെടുത്ത് ഇന്റർനെറ്റ് ദാതാക്കൾക്ക് നൽകാനാണ് ശ്രമം. ഇന്റർനെറ്റ് സേവന ദാതാക്കൾക്കുള്ള പണം മുടങ്ങിയതോടെയാണ് പ്രവർത്തനങ്ങൾ മുഴുവൻ അവതാളത്തിലായത്. പണത്തെ ചൊല്ലി സർക്കാർ ഗതാഗത അതോറിറ്റി തമ്മിൽ തർക്കം തുടരുകയാണ്. ക്യാമറകൾ പോയാൽ പോട്ടെ, ഇന്റർനെറ്റ് ഇല്ലാതെ ഫേസ്ബുക്ക് പേജിൽ മാസ് റീലുകൾ എങ്ങനെ ഇടും എന്ന വിഷമത്തിലാണത്രേ നമ്മുടെ പോലീസ് അങ്കിൾമാർ. മന്ത്രി കെ മുരളീധരന്റെ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീലാൽ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഗോവിന്ദരാജ് എന്നിവരാണ് രാജിവെച്ചത്. സ്റ്റാഫ് അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നാണ് സൂചന. രാജിവെച്ച 2 പേർക്ക് പകരം ആളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്കവാറും മുരളീധരൻ സാർ പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കഥകടയ്ക്ക് സുമേഷേ എന്ന ഡയലോഗ് ആരോട് പറയണം എന്നതിനെ കുറിച്ചായിരിക്കും തർക്കം നടന്നത്. താരസംഘടന അമ്മയിലെ തമ്മിലടി തുടരുന്നു. ശ്വേതാ മേനോനെതിരെ അമ്മയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. രമേശ് പിഷാരടിയുമായുള്ള സംഭാഷണം പുറത്തുവിട്ടത് ക്രിമിനൽ പ്രവൃത്തിയെന്ന് വിലയിരുത്തൽ. ശ്വേതാ മേനോന് അധികാരക്കൊതിയെന്ന് നടി ഉഷ ഹസീന വിമർശിച്ചു. സംഘടനയെ ശ്വേത പ്രതിസന്ധിയിലാക്കിയെന്നും ഉഷ ആരോപിച്ചു. പാവപ്പെട്ട അംഗങ്ങളുടെ ശാപം ശ്വേതയ്ക്ക് കിട്ടും. പിഷാരടിയുമായുള്ള സംഭാഷണം ശ്വേത ചോർത്തിയത് ക്രിമിനൽ കുറ്റമാണെന്ന് വിമർശിച്ച ഉഷ, ശ്വേത വീണ്ടും വന്നാൽ താനടക്കം സംഘടനയിൽ ഉണ്ടാവില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇന്നലെയാണ് പിഷാരടിയുമായുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നത്. അമ്മയുടെ ഓഫീസിൽ ഇപ്പോൾ അമ്മയ്ക്ക് വിളി മാത്രമേ പാടുള്ളൂ, പറ്റൂല, ഉമ്മയ്ക്ക് വിളി തന്നെ വേണം എന്നതിലാണത്രേ അടി. ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ ബാരക്കിനുള്ളിൽ ഇരുന്ന് മദ്യപിച്ച 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. KAP 1ാം ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരായ KU അഭിലാഷ്, N നവാസ്, M വിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ ബാരക്കിൽ നടന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് ഇവർ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരിൽ നിന്ന് ഉപയോഗിച്ച മദ്യക്കുപ്പിയും ഗ്ലാസും പിടിച്ചെടുത്തു.
തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ അഭിലാഷ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെട്ടു. ഇയാളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. നടപടിക്കെതിരെ ബിവറേജസ് കോർപ്പറേഷൻ കോടതിയെ സമീപിക്കും എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. സംസ്ഥാനത്ത് ലോട്ടറി ഡയറക്ടറേറ്റിൽ പുതിയ വിവാദം. വിൽക്കാത്ത ലോട്ടറിക്ക് സമ്മാനമടിച്ചു. നെയ്യാറ്റിൻകര ലോട്ടറി ഓഫീസിൽ നിന്നും വിൽക്കാത്ത പട്ടികയിലുള്ള ലോട്ടറിയുമായാണ് പലരും വിവിധ ഓഫീസുകളിലെത്തിയത്. 5000 താഴെയുമുള്ള സമ്മാനം ലഭിച്ചുവെന്നാണ് ടിക്കറ്റ് ഹാജരാക്കിയവർ അവകാശവാദം ഉന്നയിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് INTUC രംഗത്തെത്തി. പരാതി ലഭിച്ചിട്ടും ലോട്ടറി ഡയറക്ടറേറ്റ് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ പരീക്ഷ എഴുതാതെ ഡിഗ്രി നേടിയ സഹാക്കളുണ്ട്. അപ്പോഴാണ് എടുക്കാത്ത ലോട്ടറിയുടെ സമ്മാനം ചികിത്സ കേസ്. ലോക ഫുട്ബോളിലെ സൂപ്പർമാൻ ലയണൽ മെസ്സിയും കോമിക് ലോകത്തെ സൂപ്പർ ഹീറോ സ്പൈഡർമാനും ഒന്നിച്ച് സ്ക്രീനിൽ എത്തിയതിന്റെ ആവേശത്തിലാണ് ആരാധകർ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന പുതിയ ചിത്രത്തിന്റെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ 40 സെക്കൻഡ് പരസ്യത്തിലാണ് മെസ്സിയും സ്പൈഡർമാനായി വേഷമിടുന്ന ഹോളിവുഡ് താരം ടോം ഹോളണ്ടും ഒന്നിച്ചെത്തിയത്. ന്യൂയോർക്കിലെ ഒരു കോഫി ഷോപ്പിൽ സ്പൈഡർമാനെ അന്വേഷിച്ചെത്തുന്ന മെസ്സിയെ ഹോളണ്ട് കണ്ടുമുട്ടുന്നതാണ് പരസ്യത്തിന്റെ ഇതിവൃത്തം. $1.5 കോടി, അതായത് ഏകദേശം 142 കോടി രൂപയാണ് ഈ പരസ്യത്തിനായി മെസ്സിക്ക് ലഭിച്ച പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ. ജൂതത്തൊപ്പിയും വെച്ച് ജെറുസലേമിൽ പോയ ലവന്റെ 142 കോടി രൂപ കളഞ്ഞു പോണേന്നാതാ. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.